ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ആഹാരം ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? ആഹാരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ ഏറ്റവും അധികം ചെയ്യുന്ന കാര്യം ഫുഡ് ബ്ലോഗർ അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലുവൻസർ. അവർ ചെയ്യുന്ന വീഡിയോ പെയ്ഡ് ആകാം, പെയ്ഡ് അല്ലാതാകാം. അവിടെ നല്ല ഫുഡ് എവിടെ കിട്ടുമെന്ന് കണ്ടുപിടിച്ച് അവരുടെ വീഡിയോ കണ്ട് വിശ്വസിച്ച് അവിടെ പോയി ആഹാരം കഴിക്കുന്നവരായിരിക്കും. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് എന്ന് ഇപ്പോൾ പറയുന്ന ബോളിയും പായസവും അതൊരു കടയിൽ വിറ്റു, നല്ല രീതിയിൽ വിറ്റു എന്ന് പറഞ്ഞ ഒരു ഫുഡ് ബ്ലോഗർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹിറ്റായി നിൽക്കുന്ന ഒരു സാധനം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹിറ്റായി നിൽക്കുന്ന ബോളിയും പായസവും കുറച്ചു നാൾ മുമ്പ് വരെ ഒരു വീഡിയോ ഒരു വ്ലോഗർ ഇട്ടിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല തിരുവനന്തപുരത്തെ ഏറ്റവും വൈറലായ പാൽപായസവും ബോളിയും കുറച്ചു നാൾ മുമ്പ് നമ്മൾ കണ്ടു. ഒരു ബ്ലോഗർ അവിടുത്തെ പാൽപായസത്തെയും ബോളിയെയും കുറിച്ചൊരു വീഡിയോ ചെയ്തു, ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് മറ്റൊരു വ്ലോഗർ അവിടെ ചെന്ന് ആഹാരം കഴിച്ചതിന് ശേഷം അയാൾ വീഡിയോ ചെയ്തു, അത് കൊള്ളില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ട് ആദ്യത്തെ വീഡിയോ കണ്ട് അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച നിറയെ പേർക്ക് അവസ്ഥ ഇത് തന്നെയാണ്. അയാൾ തന്നെ പറയുന്നു, ഞാൻ വന്ന് വീഡിയോ ചെയ്തത് ഒരു പെയ്ഡ് പ്രൊമോഷൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കാണുന്ന വീഡിയോയിൽ പെയ്ഡ് പ്രൊമോഷൻ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പെയ്ഡ് പ്രൊമോഷൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കടക്കാർ അവർക്ക് കാശ് കൊടുത്താണ് ആ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വീഡിയോ ചെയ്ത ആ ഒരു വീഡിയോയിൽ അവരെപ്പോഴും അവർക്ക് കാശ് കൊടുത്ത മുതലാളിക്ക് നല്ലത് മാത്രമേ പറയൂ. ആ വീഡിയോ വിശ്വസിച്ച് നിങ്ങൾ അവിടെ പോയി ആഹാരം കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ പബ്ലിസിറ്റിക്കും വീഡിയോ റീച്ചിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ചില വീഡിയോ ഉണ്ട്. അതിൽ നിങ്ങൾ കണ്ട് വിശ്വസിച്ച് പോയി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ചെയ്യുന്ന ആളുടെ, ആ ഒരു വ്ലോഗറുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും. ഞാൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നാൽ, നമ്മുടെ ഏറ്റവും അവസാനമായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, കൊച്ചിയിൽ ഒരു ഹോട്ടൽ തുറന്നു. ആര്? ഒരു ഫുഡ് ബ്ലോഗർ ഒരു ഹോട്ടൽ തുറന്നു, ഹംഗ്രി മൃണാൾ. സാധാരണ ജനത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ഹോട്ടൽ എന്ന അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് എന്ന നിലയിൽ പേര് ടാഗ് ലൈനിൽ അത് തുടങ്ങിയതും നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗർ മൃണാൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിയുടെ വ്യത്യസ്തമായ ഒരു കച്ചവട തന്ത്രം, സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ആ കച്ചവട തന്ത്രം ഒരുപാട് ഇഷ്ടമായി. കാരണം അതിൽ പറയുന്ന കാര്യം സത്യമാണ്. നമ്മൾ ഒരു കടയിൽ കയറി ഒരു ആഹാരം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഭക്ഷണം മാത്രം വാങ്ങിക്കുക. നമുക്ക് ആവശ്യത്തിന് കിട്ടുന്ന ആഹാരം, അതായത് വേസ്റ്റ് ആക്കി കളയാത്ത അല്ലെങ്കിൽ നമ്മൾ മിച്ചം വെക്കാത്ത ആഹാരം നമ്മൾ ആവശ്യത്തിന് മേടിക്കുക, കഴിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിൽ ചെന്ന് മേടിക്കുന്ന ആഹാരത്തിന് ഫുൾ പൈസ നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മൾ കഴിച്ച് മിച്ചം വരുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കുറെ ഐറ്റംസ് അതിനകത്ത് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ അതിന്റെ കൂടെ കിട്ടുന്ന കോംപ്ലിമെന്റ്സ് നമ്മൾ അതെല്ലാം കഴിക്കാതെ വേസ്റ്റ് ആക്കി കളയാണ് പതിവ്. അവിടെയാണ് ഹംഗ്രി മൃണാളിൽ ഉള്ള വ്യത്യാസം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി. നല്ല ഐഡിയ. വിജയിക്കാൻ 100% ഇഷ്ടമുള്ള അല്ലെങ്കിൽ ചാൻസ് ഉള്ള ഒരു ഐഡിയ. കേരളത്തിൽ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് ശൃംഖല തുടങ്ങി 3 ആദ്യമായി നമുക്ക് മൃണാളിനെ പരിചയപ്പെടാം. പുള്ളിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേരള ഫുഡ് ബ്ലോഗർമാരിൽ ഒന്നാമൻ എന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ എല്ലാ ഫുഡ് ബ്ലോഗിംഗ് വീഡിയോകൾക്കും മില്യൺ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ്. പുള്ളിയുടെ പ്രസന്റേഷൻ അത്ര ഗംഭീരം. കാരണം പുള്ളി പച്ചയ്ക്ക് എല്ലാം പറയും എന്നുള്ളതാണ്. നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് അത് വിശ്വസിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കാരണം പുള്ളി എല്ലാം പച്ചയ്ക്ക് പറയും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, പുള്ളി അതെല്ലാം സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞ റിവ്യൂ പറഞ്ഞ ഹോട്ടലുകളിൽ ചെന്നപ്പോൾ പലയിടത്തും അതേ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും ചിലയിടത്ത് അങ്ങനെയല്ല. മാറ്റം, പുള്ളിയുടെ വീഡിയോ കണ്ട് മാറ്റം വരുത്തിയവർ വരെയുണ്ട്. പക്ഷേ പുള്ളി ഒരു ഹോട്ടൽ തുടങ്ങി. പുള്ളിയുടെ ഹോട്ടലിന്റെ ടാഗിൽ പുള്ളി തന്നെ വീഡിയോയിൽ വന്ന് പറയുന്നു, സാധാരണക്കാരന് വേണ്ടിയിട്ട് ഗുണനിലവാരമുള്ള ടേസ്റ്റുള്ള ഭക്ഷണം. അപ്പോൾ പുള്ളി ആ പറഞ്ഞ കാര്യം പുള്ളിയുടെ വാക്കിൽ മാത്രം ഒതുക്കാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരണമായിരുന്നു. അതും കൂടാതെ ഈ ഹംഗ്രി മൃണാളിനോട് ഒരു കാര്യം, നിങ്ങൾ മറ്റുള്ള ഹോട്ടലിൽ കയറി പറയുന്ന വീഡിയോ, അവരുടെ ഓരോ റിവ്യൂവും അവർ കണ്ട് ഇൻസ്പയർ ആയിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പല ഹോട്ടലുകളും. അവർ അവരുടെ വിമർശനങ്ങളെ സ്വീകരിക്കുന്നതും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തികൾ മാറ്റി അവരുടെ ഗുണനിലവാരം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് നിങ്ങളോട് എതിർപ്പ്. നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഓക്കെയാണ്. നിങ്ങളുടെ ഹോട്ടൽ ശൃംഖലയിലും ഓക്കെയാണ്. നിങ്ങളുടെ എല്ലാ വ്ലോഗിങ്ങിലും ഓക്കെയാണ്. നിങ്ങളുടെ ഐഡിയ അതിഗംഭീരം, നേരത്തെ പറഞ്ഞതുപോലെ. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ വിമർശനങ്ങളെ വിമർശനമായിട്ട് എടുത്ത് അതിനെതിരെ പ്രവർത്തിക്കുകയല്ല വേണ്ടുന്നത്. അതെങ്ങനെ മാറ്റിയെടുക്കാം, ആ പറഞ്ഞ വിമർശനത്തെ എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം എന്നുള്ളതാണ്. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അവർ നിങ്ങളുടെ കസ്റ്റമർ ആണ്. നിങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞ ഞാൻ കേട്ടു, കസ്റ്റമറോ, അങ്ങനെയുള്ള കസ്റ്റമർ എനിക്ക് വേണ്ട. 1 രൂപ തരുന്നവനാണെങ്കിലും 1000 രൂപ തരുന്നവനാണെങ്കിലും 10,000 രൂപ തരുന്നവനാണെങ്കിലും നിങ്ങളുടെ കടയിൽ വന്ന് ആഹാരം കഴിക്കുന്നവൻ, അവനുള്ള റെസ്പെക്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ കടയിലെ ഒരു കാര്യത്തിനെതിരെ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ പ്രതികരിക്കേണ്ടത് അതിനെ എങ്ങനെ ശരിയാക്കി എന്നുള്ള മറ്റൊരു വീഡിയോ കൊണ്ടാണ്. നിങ്ങളൊരു ലക്ഷക്കണക്കിന് ഫാൻസ് ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ ഉടമയാണ്. സോ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പറ്റും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി വ്ലോഗ് ചെയ്ത സാധാരണക്കാരന്റെ വ്ലോഗർ, ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത, ഒരു പ്രശസ്തിയും ഇല്ലാത്ത സാധാരണക്കാരന്റെ കടകളിൽ ചെന്ന് ഇതുപോലുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ അവന്റെ ഹോട്ടലിലെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പൊതുസമൂഹത്തെ അറിയിപ്പിക്കും? നിങ്ങളുടെ കൂട്ടർ വീഡിയോ ഇട്ട് അവന് ചെയ്യാനുള്ള കഴിവില്ല. അവനും വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ വീഡിയോ കഴിഞ്ഞിട്ട് ഇവൻ വന്ന് എന്റെ ഹോട്ടലിൽ വന്ന് കഴിച്ചത് ചുമ്മാതാണ് ഈ പറയുന്നത്, അവൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിവ് സഹിതം അവർക്കും പുറത്തുവിടാം. പക്ഷെ എന്താണ്, അവർക്ക് ഒരു യൂട്യൂബ് ചാനലില്ല, പൊതുസമൂഹത്തിനോടൊരു പ്രശസ്തിയില്ല. സോ ഹംഗ്രി മൃണാൾ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു നല്ല ഫുഡ് ബ്ലോഗിംഗ് ആങ്കർ ആണ്. നിങ്ങളുടെ റെസ്റ്റോറന്റ് ശൃംഖല ഇനിയും വളരട്ടെ. നിങ്ങളുടെ ഐഡിയ ബഹുഗംഭീരം. ഇനിയും ഇതുപോലുള്ള ഐഡിയ മുന്നോട്ട് കൊണ്ടുവച്ച് ഓരോ റെസ്റ്റോറന്റ് ശൃംഖല, നിങ്ങളുടെ ഹോട്ടലുകൾ വിജയിക്കട്ടെ, റെസ്റ്റോറന്റുകൾ വിജയിക്കട്ടെ. അവിടെ പക്ഷെ നിങ്ങളുടെ കസ്റ്റമറെ നിന്ദിച്ചുകൊണ്ടാകരുത്. നിങ്ങളുടെ ബിരിയാണിയുടെ കൗണ്ടുകൾ കൂടുന്നുണ്ടായിരിക്കാം, പക്ഷേ എന്നാൽ പോലും ഒരാൾ അതിനെതിരെ കംപ്ലൈന്റ് പറഞ്ഞാൽ അതെന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചെക്ക് ചെയ്യണം. 100 ബിരിയാണി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരു ബിരിയാണിയിൽ എന്തെങ്കിലും വീണിട്ടുണ്ടാകാം. അതൊരു കസ്റ്റമർ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ അതിനെതിരെ പറയുകയല്ല വേണ്ടുന്നത്. ഞാൻ 100 ബിരിയാണി കൊടുക്കുന്നുണ്ട്, നീ ആരാ ഒരു ബിരിയാണി കംപ്ലൈന്റ്? അങ്ങനെയല്ല പറയേണ്ടത്. ആ ഒരു ബിരിയാണിയിൽ എന്തുണ്ടായി എന്ന് ആ കസ്റ്റമറോട് അത് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കണം. അതുപോലെ തന്നെ ഒരു വൃത്തിയായ അന്തരീക്ഷം. നിങ്ങൾ പറയുന്നു ഈച്ചയുടെ കാര്യം, ഒരു കടയിൽ ഈച്ചയുണ്ട്, ഓക്കെ, സ്വാഭാവികം, കൊച്ചിയിലെ കടകളിൽ ഈച്ച ഉണ്ടാകും. പക്ഷെ അവിടെയും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഹോട്ടൽ ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്ക് അവിടെ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം, ഫ്ലൈ ക്യാച്ചർ ഉണ്ട്, അങ്ങനെ അതിനെ മാറ്റാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ അതിനെ ന്യായീകരിച്ച് കൊച്ചിയിലെ എല്ലാ ഹോട്ടലിലും ഈച്ചയുണ്ട്, എല്ലാ ഹോട്ടലിലും അങ്ങനെയാണ് എന്നല്ല അതിന് പ്രതികരിക്കേണ്ടത്. നിങ്ങളുടെ കസ്റ്റമറിനെ നിങ്ങൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ,
നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾ റെസ്പെക്ട് കൊടുത്തില്ല എങ്കിൽ, അവരുടെ വാക്കിന് ഒരു വില കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ ഹോട്ടൽ ശൃംഖല വളരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സംരംഭം വിജയിക്കട്ടെ, പക്ഷേ അതിന് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ വാല്യൂ തിരിച്ചറിയണം, അവരുടെ അഭിപ്രായത്തിന് വില നൽകണം. നന്ദി.